നമ്മളെ സംബന്ധിച്ചോളം ഈ ക്ഷേത്രം കാലാകാലങ്ങളായി പുരോഗമനത്തിൻ്റെ പാതയിലാണ്. നമുക്ക് വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന ഓരോ പുരോഗതിയും നമ്മുടെ കൺമുമ്പിൽ തന്നെ വളരെ ആനന്ദം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ നമ്മുടെ മുൻ സെക്രട്ടറി ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് മുമ്പ് സംസാരിച്ച സെക്രട്ടറി ശ്രീ കൃഷ്ണയ്യർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിൽ അമ്മയുടെയും പേരിൽ ഇവിടുന്ന് വച്ചിരിക്കുന്ന ഓഡിറ്റോറിയം അദ്ദേഹത്തിൻ്റെ തന്നെ മുൻകൈ എടുത്താണ് ഇത്രയും വലിയൊരു ഗസ്റ്റ് ഹൗസും ഭജനമഠവും ഇവിടെ ഉണ്ടാകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ വിജയങ്ങൾക്കൊക്കെ പിറകിൽ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രം എല്ലാവരുടെയാണ്, സർവ്വമതസ്ഥരുടെയാണ്. ഇവിടെ വരുന്ന എല്ലാത്തരം വഴിപാടുകളും എല്ലാ മതസ്ഥരുടെയുണ്ട്. അത് ആദ്യകാലം മുതലുള്ള ഒരു പ്രത്യേകത. ഈ സമീപ പ്രദേശത്തെ അങ്ങനത്തെ ഒരു ഏക ക്ഷേത്രം ഇതാണെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. പിന്നെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരി അദ്ദേഹം അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഏത് ഭക്തൻ വന്നാലും അവരുടെ എല്ലാ വഴിപാടിനും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അത് തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ പുരോഗതിയുടെ മാനദണ്ഡമാണ്, അളവുകോലാണ്. അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ നമ്മളെ സംബന്ധിച്ചോളം ഇത് ഇദംപ്രദമായാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചണ്ഡികാഹോമം. ഇത് സാധാരണ നടത്തുന്നത് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലെ അടികൾ, അല്ലെങ്കിൽ നമ്മുടെ ശൃംഗേരി മഠത്തിലെ നരേന്ദ്രഭട്ടിനെ പോലുള്ള വലിയ വൈദികർ